ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി എസ്ഐടി പോറ്റിയുമായി ബന്ധമുള്ള ഡി മണിയെ കണ്ടെത്തി പ്രാഥമികമായി മൊഴി രേഖപ്പെടുത്തി. ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. ഇടനിലക്കാരൻ വിരുനഗർ സ്വദേശി ശ്രീകൃഷ്ണനെയും തിരിച്ചറിഞ്ഞു. ഡിണ്ടിഗൽ സ്വദേശി ബാലമുരുകനാണ് ഡി മണി എന്നറിയപ്പെടുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ കടത്താനും ആസൂത്രണം നടത്തിയെന്നാണ് സൂചന. ഡി മണിയെ പോറ്റിക്ക് പരിചയപ്പെടുത്തിയത് ജയലളിതയുമായി ബന്ധമുള്ളവരെന്ന വിവരവും പുറത്തുവരുന്നു. വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. വിനോദ്, നിർണായകമായ കാര്യങ്ങളാണ്. ഇതിൻ്റെ ആസൂത്രകൻ ഡി മണിയാണ് എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. പുരാവസ്തു തട്ടിപ്പ് എന്ന് പറയുമ്പോൾ അതിന് വ്യാപ്തി ഏറെയാണ്. രഞ്ജിത്ത്, അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് സംഘത്തിന് ഇതുമായി ബന്ധമുണ്ട് എന്ന നിഗമനത്തിൽ തന്നെയാണ് SIT ഉള്ളത്. നേരത്തെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു പരാമർശം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംശയം ഹൈക്കോടതി പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഈ കേസിൽ വൻസ്രാവുകളെ പിടികൂടണമെന്ന ഒരു നിർദ്ദേശം കൂടി കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നു. SITയുടെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ ഡി മണിയുടെ കണ്ടെത്തലുമായി നടത്തിയിരിക്കുന്നത്. പ്രാഥമികമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ട് എന്ന കാര്യം തന്നെയാണ് ഡി മണിയിൽ നിന്ന് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. ഈ ദണ്ഡിഗൽ സ്വദേശിയാണ്, ബാലമുരുകൻ എന്നാണ് ഇയാളുടെ പേര്. ആദ്യം വജ്ര വ്യാപാരിയായിരുന്നു. പിന്നീട് ഈ വിഗ്രഹക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെട്ടു എന്ന വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇതിൽ ഒരു ഇടനിലക്കാരൻ കൂടിയുണ്ട്. വിരുദനഗർ സ്വദേശി ശ്രീകൃഷ്ണനാണ് ഇതിലെ ഇടനിലക്കാരൻ. അതായത് കേരളത്തിന് പുറത്തുള്ള ബന്ധം നേരത്തെ തന്നെ ഈ സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഗോവർദ്ധൻ ജുവലറി ഉടമയാണ്. ആ ജുവലറിയിലാണ് ഈ സ്വർണം കൈമാറിയത്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നേരത്തെ പുറത്തു വന്നിരുന്നെങ്കിലും അതിനപ്പുറത്തേക്ക് വിഗ്രഹക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കൂടി ഈ അന്വേഷണം നീളുന്നുവെന്ന് തന്നെയാണ്. ആ തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇവിടെ നിന്ന് മാത്രം ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ മാത്രമല്ല, മറിച്ച് മറ്റ് അമ്പലങ്ങളിലെ മറ്റ് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെ പഞ്ചലോക വിഗ്രഹങ്ങളടക്കം ഇത്തരത്തിൽ ഈ സംഘം കൈമാറ്റം ചെയ്തു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അത് ഏതൊക്കെ ക്ഷേത്രങ്ങളാണ് എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ചില അമൂല്യ വസ്തുക്കൾ കൂടി പുറത്തേക്ക് കടത്താൻ ഇവർ ശ്രമിച്ചിരുന്നതായ വിവരങ്ങളും ഈ ആദ്യത്തെ മൊഴിയെടുക്കലിൻ്റെ ഭാഗമായി ലഭിച്ചിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള വിശദമായ ചോദ്യം ചെയ്യൽ വേണ്ടിവരും. ദേവസ്വം ബോർഡിൻ്റെ മുൻ ഭാരവാഹികളുണ്ട്. അവരുടെ ചോദ്യം ചെയ്യലിന് വേണ്ടിയുള്ള നടപടികളുമായി SIT മുന്നോട്ട് പോവുകയാണ്. നേരത്തെയുള്ള ദേവസ്വം ബോർഡ് അംഗങ്ങളെയാണ് ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇവരാകട്ടെ സുപ്രീം കോടതി ഉൾപ്പെടെ സമീപിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇത് ചെറിയ തോക്കുകളല്ല ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നത് വ്യക്തമാണ്. കാരണം ഇപ്പോൾ തന്നെ ഈ ഡി മണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ജയലളിതയുടെ ചില അടുപ്പക്കാരാണ് പോറ്റിയെയും ഡി മണിയെയും തമ്മിൽ ബന്ധിച്ചതെന്ന തരത്തിൽ, അവരെ പരിചയപ്പെടുത്തിയെന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് വലിയ രാഷ്ട്രീയ ബന്ധങ്ങളിലേക്ക് കൂടി ഈ കാര്യങ്ങൾ പോവുകയാണത്. കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന കാര്യമല്ല. CPMന് നേരെ, LDF സർക്കാരിന് നേരെ ഇതൊരു വലിയ ആരോപണമായി പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമാകട്ടെ ഇതിനെ സോണിയാഗാന്ധിയും പോറ്റിയും തമ്മിലുള്ള ബന്ധം ആ ഒരു ചിത്രം ഉയർത്തിക്കാട്ടിയുള്ള പ്രചരണത്തിലേക്ക് പോകുന്ന നിലയാണ് സ്വീകരിച്ചത്. ഇനിയുള്ള ദിവസങ്ങളിലും ആ ചിത്രം ഉയർത്തിക്കാട്ടി കോൺഗ്രസിനെ ഈ സംഭവത്തിൽ പ്രതിരോധത്തിലാക്കുക എന്ന കാര്യമാണ് LDF തീരുമാനിച്ചിട്ടുള്ളത്, CPM തീരുമാനിച്ചിട്ടുള്ളത്. കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടികളിൽ ഒന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയായിരുന്നു എന്ന കാര്യം CPM സമ്മതിക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുൻപ് തന്നെ ഇതിൽ കോൺഗ്രസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആരോപണത്തിൻ്റെ മുന തിരിച്ചുവിടാനുള്ള ഒരു നീക്കമാണ് LDFൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഏതായിരുന്നാലും ഇതിൽ EDയുടെ ഇടപെടൽ വന്നിട്ടുണ്ട്. കാരണം ഈ അന്വേഷണം കേന്ദ്ര ഏജൻസികളിലേക്ക് പരിപൂർണമായി പോകും എന്ന നിലയ്ക്കുള്ള വിവരങ്ങൾ കൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഡി മണിയുടെ ഇടപെടലോടുകൂടി ഈ വിഗ്രഹക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട നേരിട്ടുള്ള തെളിവുകളിലേക്ക് അന്വേഷണം പോവുകയാണ്. അവിടെ SITയുടെ അന്വേഷണം പര്യാപ്തമാണോ എന്ന ചോദ്യം, കാരണം SITയുടെ അന്വേഷണം ഏതെങ്കിലും തരത്തിൽ പോരായ്മ ഉള്ളതുകൊണ്ട് മാത്രമല്ല, ഇന്റർപോൾ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സേവനം ഒരുപക്ഷെ ഈ കേസിൽ വേണ്ടി വന്നേക്കും. അതുകൊണ്ട് തന്നെ ഇത് CBI അന്വേഷണത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ED നേരത്തെ തന്നെ കോടതിയെ സമീപിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ വാങ്ങുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയുമാണ്. നേരത്തെ തന്നെ സ്മാർട്ട് ക്രിയേഷൻ്റെയും അതോടൊപ്പം തന്നെ ഈ ജുവലറി ഉടമയുടെയും അറസ്റ്റുകൾ SIT രേഖപ്പെടുത്തിയിരുന്നു. അവർ റിമാൻഡിൽ തുടരുകയാണ്. വിപുലമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. രഞ്ജിത്ത്, വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്.